ഹലോ ഫ്രണ്ട്സ്, ജെൽഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെൽഫി. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, ആലപ്പുഴ ഹൗസ് ബോട്ടിന്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഫാമിലിയുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മയും ബ്രദറും സിസ്റ്ററും അവരുടെ ഫാമിലിയും ആൻറ്റിയും അങ്കിളും 16 പേരായിട്ടുള്ള ഒരു യാത്ര കണ്ടു നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആലപ്പുഴ പുന്നമട ബോട്ട് ചെട്ടിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ ബോട്ട്. 4 ബെഡ്റൂമുള്ള ഇരുനില ബോട്ടാണ്. ബോട്ടിലേക്ക് കയറാൻ ഒരു പലക ഇട്ട് തന്നു. ഞങ്ങൾ അതിൽ കൂടെ ഓരോരുത്തരായി അകത്തേക്ക് കയറി. ബോട്ടിൻ്റെ ഓണർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാണ്. മെനുവിൻ്റെ കാര്യങ്ങളും പിന്നെ AC തരേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ ഞങ്ങൾ കയറുമ്പോൾ ഒരു 12 മണിയാണ്. അപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് അവർ തന്നു. ഇത് പുന്നമട കായലാണ്. ഇവിടെയാണ് നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്നത്. പുന്നമട കായലിൽ നിന്ന് ഹൗസ് ബോട്ട് യാത്ര പോയി പിന്നെ അത് വേമ്പനാട്ട് കായലിലേക്ക് ചേരും. ഇത് ബോട്ടിനകത്തെ ഒരു ബെഡ്റൂമാണ്. ഞങ്ങൾക്ക് 4 ബെഡ്റൂം ഉണ്ടായിരുന്നു. നല്ല സൗകര്യമുള്ള റൂമുകളായിരുന്നു. ബാത്റൂം അറ്റാച്ച്ഡാണ്. ഞങ്ങൾ 12 മണി ഉച്ചയ്ക്ക് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്കാണ് ഇറങ്ങിയത്. അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അവിടെ മീനുകൾ കുറെ ഉണ്ടെന്നർത്ഥം. ചാകര അങ്ങനെ പറക്കുന്ന സ്ഥലത്ത് ഇവര് കൊണ്ടുവന്നിട്ട് വണ്ടിയിടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീനുണ്ടായിരിക്കും. അതുകൊണ്ട് അതുങ്ങൾക്ക് ഒക്കെ മീനിനെ പിടിക്കും. രണ്ടകളാണ് ആ പറന്നു പോകുന്നത്. പോണ വഴിക്ക് കള്ള് ഷാപ്പിൻ്റെ അടുത്ത് ബോട്ട് നിർത്തി. കള്ള് വേണ്ടവർക്ക് വാങ്ങി കഴിക്കാം. ഷാപ്പിലെ കറികളും കഴിക്കാം.
ഇപ്പോൾ ലഞ്ച് ടൈമായി. 1:30 മണിക്ക് ഞങ്ങൾക്ക് ലഞ്ച് തന്നു. സ്പെഷ്യൽ കരിമീൻ ഫ്രൈ ആണ്. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, വേറൊരു മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, പപ്പടം, അങ്ങനെ. ഒരു ഹോംലി ഫീലാണ് ബോട്ടിൻ്റെ ഉള്ളിലുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നട്ടുച്ചയായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. നമുക്ക് AC അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തില്ല. AC അഡീഷണൽ പൈസ കൊടുക്കണം. രാത്രി റൂമിൽ മാത്രമാണ് അവർ AC നൽകുന്നത്. ഇന്ത്യയിലെ വെനീസാണ് ആലപ്പുഴ എന്ന് എല്ലാവർക്കും അറിയാലോ. നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ബോട്ട് യാത്രയിലുടനീളം കാണാൻ കഴിയുന്നത്. ഈ കൊറോണ കാലത്ത് പോലും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദിവസം പോയിട്ട് പോലും നിറച്ച് ബോട്ടുകളായിരുന്നു യാത്രയ്ക്കായിട്ട് ഉണ്ടായിരുന്നത്. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ റോട്ടിൽ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെയാണ് ഈ കായലിൽ ഹൗസ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. ഹൗസ് ബോട്ട് മുട്ടിയിട്ട് ഒരു തുണ്ട് വെള്ളം പോലും ബാക്കിയില്ലാന്ന് തോന്നുന്നു. അത്രയ്ക്കധികം ബോട്ടുകൾ ഇവിടെ ഉണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ്. ഇനി നമ്മൾ വേമ്പനാട് കായലിലേക്ക് കയറും. 4 മണിയായപ്പോൾ ഞങ്ങൾക്ക് ചായയും പഴംപൊരിയും തന്നു. പിന്നെ 5 മണി വരെ ബോട്ട് യാത്ര ചെയ്യുകയുള്ളൂ. 5 മണിയായ ബോട്ട് ഒരിടത്ത് നിർത്തിയിടും. പിന്നെ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് സ്റ്റാർട്ടാവുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി ഈ വീഡിയോയിൽ ഇനിയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അത് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.